രമേശ് പിഷാരടി ജനഹൃദയങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. എങ്ങനെയാണ്? ജനഹൃദയങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഈ മതേതര മണ്ണ് വീണ്ടെടുക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൊന്നാപുരം കോട്ട കാക്കാൻ നമ്മുടെ പാലക്കാടിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം തുടരുക തന്നെ ചെയ്യും. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമ്പോ ആദ്യത്തെ പേര് പാലക്കാട്, അതിന്റെ സാരഥി രമേശ് പിഷാരടി. അടയാളം ഈ പാലക്കാടിന്റെ മണ്ണിന് മറക്കാൻ കഴിയൂ? ഈ മതേതര മണ്ണിന് മറക്കാൻ കഴിയോ? ഐക്യ ജനാധിപത്യ മുന്നണിയെ മാറ്റാൻ കഴിയോ? ഈ നാട്ടിലെ സ്നേഹവും സാഹോദര്യവും സൗഹൃദവും മതനിരപേക്ഷയും ഉയർത്തിപ്പിടിക്കാൻ ഒരേ ഒരു മുന്നണിക്ക് കഴിയൂ. അത് UDF. ഈ തെരഞ്ഞെടുപ്പും തെളിയിക്കും പാലക്കാടിന്റെ മനസ്സ് മതേതര മനസ്സാണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. ഈ പാലക്കാട് ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്രം തിരുത്തുന്ന വലിയൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കും. നമുക്കറിയാം, പണ്ട് ഇടതുപക്ഷ കോട്ടയാന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ കോട്ട 2019 തകർത്ത് തരിപ്പണമാക്കി. പോലുമില്ല കണ്ടുപിടിക്കാൻ 2024 അല്ലെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് നമ്മുടെ ഈ മണ്ഡലം നിലനിർത്തി പ്രിയങ്കരനായ ശ്രീ ഷാഫി പറമ്പിൽ ഈ മണ്ണിന്റെ നായകനായി വന്ന് ഒരിക്കലും നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല, വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല. ഇവിടെ നമ്മുടെ സാരഥിയായി വന്നിരിക്കുന്നത് ആരാ? പാലക്കാടിന്റെ പ്രിയപ്പെട്ട പുത്രൻ, ലോകം അറിയപ്പെടുന്ന കലാകാരൻ, ഈ നാടിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ രമേശ് പിഷാരടി. ആ രമേശ് പിഷാരടി ഈ മണ്ണിനെ നയിക്കാൻ പോകുന്നു. ഈ 50ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്കറിയാം 10 മടങ്ങ് വീര്യത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ കേന്ദ്രമായി ഈ പാലക്കാടിനെ മാറ്റും. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ആവേശോജ്വലമായ സ്വീകരണം, ആയിരങ്ങൾ 10,000 അണിനിരന്ന ഈ ഒരു പതികൂട്ടൻ പ്രകടനമല്ലേ? അപ്പുറത്ത് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, പൊടി പോലുമില്ല. ചെഗുവേരയൊക്കെ ലോകം മറന്നു. ആകെ ചെഗുവേരയുടെ ഫോട്ടോ ഉള്ളൂ. ധൈര്യമുണ്ടെങ്കിൽ ആ പിണറായിയുടെ ഫോട്ടോ ഒന്ന് കാണിക്കും. പിണറായിയുടെ ഫോട്ടോ കാണിച്ചാൽ കെട്ടിവെച്ച കാശ് പോകും. പാലക്കാട് ഈ 10 വർഷക്കാലം ജനങ്ങളെ ദ്രോഹിച്ചൊരു സർക്കാർ, എല്ലാ മേഖലയും തകർത്ത് തരിപ്പണമാക്കിയ ഈ സർക്കാരിനെതിരെ ജനരോഷം ആർത്തിരമ്പുകയാണ്. കേരളത്തിലെ, ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി ശ്രമമില്ല നമ്മുടെ പ്രിയങ്കരനായ സാരഥി. നിങ്ങളെല്ലാം സ്നേഹിക്കുന്ന കലാകാരൻ കൂടിയായ, രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും വലിയ ഉയർന്ന ചിന്തകൾ പുലർത്തി പോകുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയോടൊപ്പം തന്റെ നിലപാട് അതിശക്തമായി പ്രകടിപ്പിച്ച ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ഇവിടത്തെ മതേതരത്വത്തിന് വേണ്ടി അചഞ്ചലമായി, നിർഭയമായി, ഇച്ഛാശക്തിയോടുകൂടി പരസ്യമായി പറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ രമേശ് പിഷാരടി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഈ കൊട്ടിക്കലാശത്തിന് നമുക്ക് നിയമപരമായിട്ടുള്ള അനുമതി. ഈ ഒരു മഹാസഞ്ചയം, ഈ ജനസഞ്ചയം സാക്ഷിയാക്കി ഞാൻ പറയുന്നു, സർവകാല റെക്കോർഡും ഭേദിച്ചുകൊണ്ട് UDF വിജയിക്കും. പ്രിയങ്കരനായ രമേശ് പിഷാരടിയോട് 2 വാക്ക് നിങ്ങളെ ഹൃദയത്തിലേറ്റിയ ജനമനസ്സുകൾക്ക് മുമ്പിൽ തുറക്കാൻ വേണ്ടി ഞാൻ ഈ താക്കോൽ തരികയാണ്. ഈ ആവേശത്തിന് മുകളിൽ ഇനി വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും വലിയ ആവേശമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് രമേശ് പിഷാരടി അല്ല, UDF ആണ് വിജയിക്കുന്നത്. ഞാനല്ല, നമ്മളാണ് വിജയിക്കുന്നത്. നമുക്ക് വേണ്ടിയാണ് ഈ മത്സരം, നമ്മുടെ നാടിന് വേണ്ടിയാണ് മത്സരം.
തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുന്ന സർക്കുലറിൽ BJPയുടെ സീഡ് വരുന്ന ഈ കാലത്ത് ഇങ്ങനൊരു കമ്മീഷൻ ഉണ്ട് എന്ന് നമ്മളെ അറിയിച്ച TN ശേഷന്റെ ഈ നാട്ടിൽ മോത്തിലാൽ നെഹ്റുവിന്റെ പേരിൽ 100 കൊല്ലങ്ങൾക്ക് മുമ്പേ സ്കൂളുകളുള്ള ഈ നാട്ടിൽ UDF മാത്രമേ ജയിക്കാവൂ, UDF മാത്രമേ ഭരിക്കാവൂ, UDFന്റെ റാണി നാട്, ഇത് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആവേശത്തിന്റെ സമയമാണ്. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ UDFന് വോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ആത്മാർത്ഥമായി അനുസരിച്ചുകൊണ്ട് ഈ വിജയം UDFന്റെ വിജയമാക്കി മാറ്റാൻ എന്നോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഒരു പാട്ട് കൂടെ ഇട്ട് പൊളിച്ചാണ് ശ്രീകണ്ഠ. പാട്ടും കൂടെ പാടുക. നമ്മുടെ DJയുടെ മറ്റേ പൊന്നാണ് എന്നൊക്കെ പറഞ്ഞ പാട്ടൊന്നും തള്ളിക്കുക. ഇനി നമുക്ക് പ്രസംഗമല്ല, പ്രവൃത്തിയാണ്. നമ്മൾ കഴിഞ്ഞ 20 ദിവസം ഈ വെയിലത്ത് എല്ലാവരും ഒരുപോലെ അധ്വാനിച്ചതാണ്. അതിന്റെ ക്ഷീണം മാറ്റാൻ നമുക്കൊന്ന് ക്ഷീണിച്ചുകൊണ്ടങ്ങ് സന്തോഷിക്കാം.